ഹലോ, ദേ പെണ്ണെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. നിനക്കൊന്ന് നേരത്തെ വന്നുകൂടെ? Excuse me, ma'am. Here is your hot chocolate. Let me know if you need anything else. ദേ ലയ, നീ ഇന്ന് നേരത്തെ ഷിഫ്റ്റ് തീരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നേരത്തെ വന്നത്. ഞാൻ വിചാരിച്ചു മേരിക്കൊച്ചെ ഇന്ന് ഇത്ര തിരക്ക് കാണുമെന്ന്. ഇതെന്റെ അപ്പന്റെ വകയൊന്നും അല്ലല്ലോ, എനിക്ക് തോന്നുമ്പോൾ ഇറങ്ങി വരാനായിട്ട്. എന്നതായാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി. അല്ല മാഡം, ഇനി എന്താണാവോ പരിപാടി? എന്തായാലും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി എന്ത് പരിപാടി? നേരെ പോവുക, വീട്ടിലെത്തുക, കിടന്നങ്ങ് ഉറങ്ങുക. ഓ, എന്തൊരു വെറൈറ്റി! ഒരു ശരാശരി മനുഷ്യൻ ഇന്നേ വരെ പറയാത്തൊരു കാര്യം. നന്നായിട്ടുണ്ട്. എന്തായാലും നീ നിന്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പുറത്ത് നിൽക്ക്. എനിക്കൊരു കോള് ചെയ്യാനുണ്ട്. ഇതാണ് ലാവണ്യ. ലാവണ്യനെ എല്ലാവരും ചുരുക്കി ലയ എന്ന് വിളിക്കും. അപ്പോൾ ലയയുടെ പാരൻസ്, ലയ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ലയ പിന്നെ വളർന്നതൊക്കെ ലയയുടെ മുത്തശ്ശിയുടെ കൂടെയാണ്. ലയ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രിയൊക്കെ ചെയ്ത് പിന്നെ PG ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കഫേയിൽ വർക്ക് ചെയ്യുവാണ്. ആൾക്ക് 24 വയസ്സാണ്. ഇപ്പോഴും സിംഗിൾ ബേർഡായിട്ട് നടക്കുക. ഇതാണ് സ്റ്റെല്ല. സ്റ്റെല്ലയും നമ്മുടെ ലയയും +2 മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. രണ്ടുപേരും കട്ട ചങ്സാണ് ഇന്ന് വരെ. സ്റ്റെല്ല ഒരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ. ഒരു ബൊട്ടീക്കൊക്കെ ആൾ നടത്തുന്നുണ്ട്. സ്റ്റെല്ലയുടെ പാരൻസിനെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ രണ്ടുപേരും നല്ല കൂൾ പാരൻസാണ്. രണ്ടുപേരും ബിസിനസ്സാണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പോകുന്ന വഴി കാണാം. എൻ്റെ പൊന്നു പെണ്ണെ, നിനക്ക് റോട്ടിൽ കൂടെ നടക്കുന്നതെന്ന് വല്ല ബോധവും ഉണ്ടോ? എപ്പോഴും ആ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അവള്. അത് ശരി, ഞാനിപ്പോൾ ഫോൺ നോക്കിയതാണോ ഇത്ര വലിയ പ്രശ്നം? ദേ, നീ ഒരുമാതിരി അമ്മച്ചിമാരെ പോലെ സംസാരിക്കില്ലേ? ഓ, ഇപ്പം ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അല്ല, അതിന് മാത്രം നീ എന്തുവാ അതിൻ്റെ അകത്ത് നോക്കുന്നേ? ഓ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്നേ. ഓ, നിന്റെ മറ്റേ കുൽസിത കഥകളല്ലേ? എനിക്കൊന്നും വേണ്ടേ? ദേ പെണ്ണെ, ഞാൻ എന്തും സഹിക്കും. നീ എൻ്റെ കഥേനെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞുകൊണ്ടല്ലോ. അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞതിലാണോ കുറ്റം? നീ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്തു? ദേ, അനാവശ്യം പറയരുത് കേട്ടോ. പിന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതാണല്ലോ നിന്റെയൊക്കെ മറ്റെടുത്ത റൊമാൻസ്. അയ്യടാ, ഇതങ്ങനെയൊന്നുമല്ല. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓ, തേങ്ങയാണ്. ഇതൊക്കെ ഇപ്പം നടക്കും, നീ നോക്കിയിരുന്നു. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും എൻ്റെ സ്ഥലമെത്തി. ഞാനപ്പം പോണു. ബൈ ബൈ. നീ എങ്ങനെയാന്ന് വെച്ചപ്പോ? ഓ, ആയിക്കോട്ടെ മാഡം. ഓ, എൻ്റെ കർത്താവേ, എന്നെ കൊതുവായി ഈ രാത്രി. ഓ, കടിച്ചിരുന്നേല. ചേച്ചി, അതെ, ഇവിടെ അപ്പുറത്തെ മറ്റേ പാലമില്ലേ, അത് കഴിഞ്ഞിട്ടൊരു പള്ളിയില്ലേ, പള്ളി കഴിഞ്ഞിട്ടൊരു ചായക്കടയില്ലേ, ആ ചായക്കടയിലോട്ട് പോകാനുള്ള വഴി എങ്ങനെയാ ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ പൊന്നു മോനെ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി പോലും നേരെ ചൊവ്വേ അറിയത്തില്ല. നീയാണോ എന്നോട് ഈ ചോദിക്കുന്നേ? നീ അപ്പുറത്തുള്ള ആരടുത്തെങ്കിലും ചോദിച്ചു നോക്കടാ. ചേച്ചി, ഇതേ ആകാശത്തോട്ട് നോക്കി, ഒരു ജെറ്റ് പോകുന്നു. ആണോ? എവിടെ എവിടെ? നമ്മളിവിടെ ജെറ്റ് പിടിക്കാനാണോ വന്നത്? ആ പെണ്ണിനെ പിടിക്കടാ. സോറി ചേച്ചി, മാമനോട് ഒന്നും തോന്നരുത്. 2000 years later. ഈശോയെ, ഞാനിത് എവിടെയാ? ചേച്ചി, എന്തേലും വേണോ? വെള്ളം, ടീ, കോഫി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, മിൻറ്റ് ടീ, ലൈം ടീ, ഡയറ്റ് ടീ, പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ലൈം ജ്യൂസ്, മാംഗോ ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ബനാന മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, പുട്ട്, കടല, അപ്പം, ഇടിയപ്പം, ദോശ, മസാല ദോശ, ഉപ്പുമാവ്, പഴംപൊരി, സുഗിയൻ, ഉണ്ട, ബോണ്ട, വട, ചായ, പൊറോട്ട, ചിക്കൻ കറി, എഗ് കറി, മട്ടൻ കറി, ബീഫ് കറി, പോർക്ക് കറി, മീൻ കറി, കരിമീൻ കറി, കൊഞ്ച് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, സാമ്പാർ, അവിയലൊക്കെ ഇട്ടൊരു സദ്യ, ഊത്തപ്പം, പായസം, ഉണ്ണിയപ്പം, നെയ്യപ്പം, ഹൽവ, ബനാന ചിപ്സ്, ചക്കര വരട്ടി, അച്ചപ്പം, കുഴലപ്പം, തട്ടിപ്പത്തിരി, ഇലയപ്പം, കൊഴുക്കട്ട, അട, എന്തെങ്കിലും വേണോ? കൊച്ചർക്ക, നീ എന്നെ ഇവിടെ തിന്നാൻ കൊണ്ടുവന്നാണോ? നീ എന്താ വല്ല ഹോട്ടലിലെ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നുണ്ടോ? അല്ലേ ചേച്ചി, ചേച്ചിനെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാ. എന്തേ ചെറുക്ക, ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടോ. തട്ടിക്കൊണ്ട് വന്നേക്ക് വന്ന് നീ മുട്ടയെന്ന് വിരിഞ്ഞിട്ടുണ്ടോടാ അതിനെ? എൻ്റെ പൊന്നു ചേച്ചി, എനിക്കൊന്നുമല്ല, ഇത് ഞങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാ. എടാ, അയാൾക്ക് എന്നാത്തിനാടാ എന്നെ?
ഉള്ള ചട്നിയും കിഡ്നിയൊക്കെ പണ്ടേ അടിച്ചു പോയതാ മോനെ. അയ്യേ, കിഡ്നി വെക്കാനൊന്നുമല്ല, ഞങ്ങളുടെ ബോസിന് ചേച്ചിയുടെ ചെറിയൊരു ലവ്, അപ്പം അതുകൊണ്ടാ. അയ്യേ, ഈ പറയുന്ന ആൾക്ക് പോലും ഇല്ലാത്ത നാണമാണല്ലോടാ നിനക്ക്. അല്ല, ആരാ അയാള്? മുംബൈയുടെ രാത്രിയുടെ യാമങ്ങളിൽ വരുന്ന അധോലോക നായകൻ വിശാൽ കൃഷ്ണമൂർത്തി, അതായത് VK. ഇവിടെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഈ പേര് കേട്ടാൽ കിടങ്ങും. അത്ര പവർഫുള്ളാണ് ഞങ്ങളുടെ ബോസ്. പുള്ളിക്ക് മാഫിയ പണി മാത്രമല്ല, എക്സ്ട്രാ ബിസിനസ്, കടത്തൽ, അങ്ങനെ ഒരുപാടുണ്ട്. അതെ, ഞങ്ങളുടെ ബോസ് വെട്ടിയും പിടിച്ചും കൊന്നൊക്കെയാണ് ഇത്രയും വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഹീ ഈസ് വെരി വെരി ഡേഞ്ചറസ് ആൻഡ് പവർഫുൾ. അയ്യേ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ വന്നു? അത് ഞങ്ങളുടെ ബോസ് ചെറിയൊരു വലിയ കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാർക്കൂടെ പോവായിരുന്നു. അപ്പോൾ അതാ 100 മീറ്റർ അകലെ ചേച്ചിയുടെ കഫേ. അവിടെ ചേച്ചി ഷടപടേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ എടുത്ത് വെക്കും. ഇത് കണ്ടു ഞങ്ങളുടെ ബോസ് ഫ്ലാറ്റ്. പിന്നെ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് പോയി ചേച്ചീനെ ഇങ്ങനെ വായി നോക്കി നടന്നു. അവസാനം കിഡ്നാപ്പിംഗ് വരെ എത്തി. അയ്യേ, ഇതെന്തുവാ? ഇയാൾക്ക് നേരിട്ട് എന്നോടങ്ങ് പറഞ്ഞാൽ പോരെ? ഏയ്, അതൊന്നും പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഓ മൈ ഗോഡ്, ബോസ് വന്നു. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. എൻ്റെ ഈശോയെ, ഇതിനോ ബോധമില്ല. ഇനി ഇതുപോലെ എത്ര എണ്ണത്തിനെ ഞാൻ കാണേണ്ടി വരും? അല്ലേ, ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? ഓ പിന്നെ, ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇയാളെ ഒന്ന് നേരിട്ട് കാണാനായി കാത്തിരിക്കുമായിരുന്നു. ഓ, സോ യു ആർ വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഇതെന്താണോ, കുക്കുംബർ സിറ്റിയാണോ? ലയ, നിന്റെ പിടിവാശി ആദ്യം കളയും, ഓറൽസ് എനിക്ക് എൻ്റെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അത് നമുക്ക് രണ്ടുപേർക്കും വളരെ ബുദ്ധിമുട്ടാണ്. സോ ഡോണ്ട് മേക്ക് തിങ്സ് ടഫ്. വെയിറ്റ്. സോ നിങ്ങൾക്ക് ആരാ എന്ന് പോലും അറിയാത്ത ഒരാൾ നിങ്ങളെ ഇത്രയും അടുത്തോട്ട് വന്ന് കിസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ നിന്ന് കൊടുക്കോ? നോ, നെവർ. സാമാന്യ ബോധമുള്ളവർ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും പരതി നോക്കാം. ഇത്രയും വലിയ വീട്ടിൽ ഒരു കിണ്ടിയോ കുടമോ ഒന്നും ഉണ്ടാവാതിരിക്കില്ല. ഏതെങ്കിലും ഒന്നെടുക്കുക, അയാൾ തലക്കെട്ടടിക്കുക, ഫിനിഷ്. ലയ, എൻ്റെ തല. എന്തായാലും നല്ല തട്ടല്ലേ കിട്ടിയേക്കുന്നത്. ഇങ്ങനെ തല പൊട്ടി ചോര ഒഴുകുന്ന ഒരാൾ പെട്ടെന്ന് ഉയർന്നെഴുന്നേറ്റ് വന്ന് നമ്മളെ പിടിക്കാൻ സൂപ്പർമാനോ സ്പൈഡർമാനോ അല്ല. അവർക്ക് പോലും പറ്റത്തില്ല. അപ്പോഴല്ലേ ഇയാൾ മനുഷ്യനല്ലേ പുള്ളേ, ഒന്നും ചെയ്യത്തില്ല, അവിടെ കിടന്നോളും. നെക്സ്റ്റ്, ഇവിടെ വായും പൊളിച്ചുകൊണ്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കുക. പിന്നെ ഇത്രയും വലിയ വീട്, ഇത്രയും വലിയ സെറ്റപ്പാണ്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പൂട്ടാൻ പറ്റുമെങ്കിൽ ആ ഡോർ അങ്ങ് പുറത്തുനിന്ന് പൂട്ടാം, അല്ലെങ്കിൽ അങ്ങ് ചാരിയിട്ട് നിങ്ങൾ താഴോട്ട് അങ്ങ് ഇറങ്ങാം. നിങ്ങൾ താഴത്തെ മുറിയിലാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഹാളിലോട്ട് കയറാം. അല്ല, നിങ്ങൾ മുകളിലുള്ള മുറിയിലാണെങ്കിൽ സ്റ്റെയർസ് ഇറങ്ങി നേരെ വന്ന് നിങ്ങൾ ഹാളിലെത്തും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കൂ, ഏതെങ്കിലും ഒരു വലിയ ഡോറ് കാണും. ആ ഡോർ വഴി നമുക്ക് പുറത്തോട്ട് പോകാൻ എന്തായാലും പറ്റും. നിങ്ങൾ ലാലാ ലാലാ പാടി ഇനിയിപ്പോൾ ഡോറിൻ്റെ അടുത്ത് എത്തിയെന്ന് വെച്ചു. ഇനിയിപ്പോൾ പുറത്ത് വല്ല ഗാർഡ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഗാർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ സിമ്പിൾ, നേരെ അങ്ങിറങ്ങി പുറത്തോട്ട് പോവുക. ഇനി ഗാർഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ ഒന്ന് എറിഞ്ഞ് നോക്കാം, പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നൈസായിട്ട് തിരിച്ച് വീട്ടിൻ്റെ അകത്തോട്ട് തന്നെ കയറിയാൽ മതി. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ടായി ഇറങ്ങി പോകുന്നേ ആരാ? ഞാൻ ചുമ്മാ ഒന്ന് മണൽക്കാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പൊക്കോളാം. ഇനി വേറെ ഒന്നും നോക്കണ്ട, നേരെ കിച്ചണിലോട്ട് പോവുക. ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാം. ഈ കിച്ചണിൻ്റെ സ്റ്റാഫൊക്കെ എന്തെങ്കിലും യൂണിഫോം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുവന്നൊക്കെ ഒന്ന് കയറി ഇങ്ങനെ നൈസായിട്ട് നോക്കണം. ഇന്നിപ്പോൾ യൂണിഫോം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു ഷോളോ എടുത്ത് മുഖത്ത് കൂടെ ഇടണം. ഐ മീൻ മാസ്കായിട്ട് ഉപയോഗിക്കാം. അപ്പം ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. പോട്ടെ, ഒന്നും കിട്ടിയില്ലെങ്കിലും
സൈഡിൽ ഇരിക്കുന്ന വല്ല ക്ലീൻ ചെയ്യുന്ന കമ്പോ കോലോ എന്തെങ്കിലും എടുത്തിട്ട് പുറത്തോട്ട് നല്ല ഓവർ കോൺഫിഡൻസോടെ അങ്ങ് നടക്കാം. ഹലോ എങ്ങോട്ടായി പോകുന്നേ? അത് പുറത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, അപ്പോൾ പുറത്തോട്ട് പോകാനായിട്ടാ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങ് മുങ്ങിക്കോണം. കാരണം ഇവിടെ സമയം വളരെ ഒരു വലിയ പ്രശ്നമാണ്. ഇയാൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ ചെയ്തു തീർക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതിൽ നമുക്ക് വിജയിക്കാം. ഞാൻ ചെയ്തില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്താ. പിന്നെ വായിക്കാത്ത നാക്കുണ്ടല്ലോ, മൊബൈൽ ഫോണൊന്നും കയ്യിലില്ലെങ്കിൽ, ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റത്തില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അപ്പൂപ്പനോടോ ചായക്കടയിലോ വല്ലോ നിങ്ങൾക്ക് ചോദിച്ചാൽ ഇത് ഏതാ സ്ഥലം, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ് എൻ്റെ അടുത്ത് ബസ്സുള്ളത്, എന്നിട്ട് അങ്ങ് പോവുക. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അതെ, അന്നാനഗറിലോട്ടൊന്ന് പോകണം. വീടെത്തിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ആദ്യം ചെന്നൊന്ന് കിടന്നുറങ്ങാം. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാം തീരുമാനിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയും വലിയൊരു മികച്ച സർവൈവൽ ത്രില്ലർ നിങ്ങളെല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സുകൾ കിട്ടും. ഈ ടിപ്സൊക്കെ വേണമെങ്കിൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ഇതുപോലത്തെ കഥകൾ എഴുതുന്നവർ ദയവ് ചെയ്ത് ഇതൊന്ന് പരിഗണിക്കണം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. പിന്നെ നമുക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലവർക്ക് ഡൈജസ്റ്റ് ആവും, ചിലവർക്ക് ഡൈജസ്റ്റ് ആവും. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരായികയൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റി തിരിച്ചൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ശരി എന്നാൽ അപ്പോൾ ബൈ.